ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين نبينا محمد وعلى آله وأصحابه أجمعين، ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച അൽ ഉർജൂസത്തുൽ മീഇയ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നത് റുഖയ്യ റളിയല്ലാഹു അൻഹ അവരുടെ മരണവും അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് അതുമായി ബന്ധപ്പെട്ട സംഭവവും ആണ് നമ്മൾ പറഞ്ഞത്. ഫിത്ർ സക്കാത്ത് അതുമായി നിശ്ചയിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടതായിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള അവരും നടന്ന വിവാഹം, ഇതിനെപ്പറ്റിയായിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഇന്ന് എടുക്കാനുള്ള ഭാഗം നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وغزوة السويق ثم قروة وأسلم العباس بعد الأسر وقينقاع غزوهم في الإثر وبعد ضحى يوم عيد النحر وغزوة السويق ثم قرقره. حسبك ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് വഅസ്ലമൽ അബ്ബാസ് ബഅദൽ അസ്രി. എന്താണ്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തെ കുറിച്ചാണ് പിന്നീട് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്. മദീന ജീവിതത്തിലെ 2ാം വർഷമാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. മദീനയിലെത്തി പിന്നീട് 2ാമത്തെ വർഷമാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ സഹോദരനാണ് ആര്? അബ്ബാസ്. ഇപ്പൊ റസൂലിന്റെ ആരാണ് അബ്ബാസ്? മൂത്താപ്പ അല്ലെ, അല്ലെങ്കിൽ എളാപ്പ. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പിടികൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പിടികൂടിയ കൂട്ടത്തിൽ കുഫാറുകളുടെ കൂടെയായിരുന്നു ആരുണ്ടായിരുന്നത്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അഥവാ ചില കാഫിരീങ്ങളെ ബദർ യുദ്ധത്തിൽ ബന്ധനസ്ഥരാക്കി അവരുടെ കൂട്ടത്തിൽ അബ്ബാസും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇസ്ലാം പരസ്യപ്പെടുത്തുന്നത്. അഥവാ മക്കയിലെ കുഫാറുകളെ പിടികൂടിയ നേരത്താണ് അദ്ദേഹം ഇസ്ലാം പരസ്യപ്പെടുത്തുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്ന അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു, പക്ഷെ പരസ്യപ്പെടുത്തുന്നത് ഏത് സന്ദർഭത്തിലാണ്? മദീനയിലെത്തി 2ാമത്തെ വർഷത്തിലാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം അദ്ദേഹം പരസ്യപ്പെടുത്തുന്നത്. ഹിജ്റ 2ാം വർഷത്തിൽ. പറഞ്ഞതുപോലെ ഈ തടവുകാരുടെ കൂട്ടത്തിലായ സമയത്താണ് ഇസ്ലാം പരസ്യപ്പെടുത്തിയത് എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പലതിലും എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഹിജ്റ 2ാം വർഷം നടന്ന സംഭവത്തിലെ 10ാമത്തെ സംഭവമാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം. അതിനുശേഷം 11ാമത്തെ കാര്യമായി ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് വഖൈനുഖാഉ ഗസൂഹും ഫിൽ ഇസ്രി. ഇവിടെ പറയുന്നത് ബനു ഖൈനുഖാഉമായിട്ടുള്ള യുദ്ധത്തിനെ പറ്റിയാണ്. ബനു ഖൈനുഖാ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു.
മദീനയിൽ 3 ജൂതഗോത്രങ്ങളാണുള്ളത്. മദീനയിൽ 3 ജൂതഗോത്രങ്ങളാണ് താമസിച്ചിരുന്നത്. ഒന്നേതാണ് ബനു ഖുറൈള, രണ്ടാമത്തേത് ബനു ഖൈനുഖാ, ഇവിടെ പ്രതിപാദിച്ച ആ ഒരു കൂട്ടം ആളുകൾ, ആ ഒരു കൂട്ടം ഗോത്രത്തിലെ ആളുകൾ ബനു ഖൈനുഖാ. മൂന്നാമത്തേത് ഏതാണ്? ബനു നദീർ ആണ്. ബനു നദീർ. ഈ 3 ഗോത്രങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലുള്ള സമയത്ത് ജീവിച്ചിരുന്നത്. ഈ 3 ഗോത്രങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിൽ വന്നപ്പോൾ ഇവർ 3 ഗോത്രങ്ങളുമായി എന്ത് ചെയ്തിരുന്നു? ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു, കരാറിൽ ഏർപ്പെട്ടിരുന്നു. അഥവാ പരസ്പരം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെതിരെ ശത്രുക്കളെ സഹായിക്കാനും പാടില്ല എന്ന് തുടങ്ങി ജൂതന്മാരുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഈ 3 ഗോത്രമായിട്ടും ബനു ഖൈനുഖാ, അതുപോലെ ബനു നദീർ, ബനു ഖുറൈള, നമ്മൾ പറഞ്ഞതുപോലെ ഈ 3 ഗോത്രങ്ങളുമായിട്ടാണ് റസൂൽ കരാറിൽ ഏർപ്പെട്ടത്. ആദ്യമായി ഈ കരാർ ലംഘിക്കുന്നത് ആരാണ്? ബനു ഖൈനുഖാ ആണ്. ബനു ഖൈനുഖാ എന്ന് പറയുന്ന ഗോത്രമാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശവ്വാൽ മാസത്തിൽ അവരുടെ അടുക്കലേക്ക് ചെല്ലുകയും അവർ താമസിക്കുന്ന സ്ഥലം എന്ത് ചെയ്തു? വളയുകയും ചെയ്തു. കാരണം ഇവരെന്ത് ചെയ്തു? ആ കരാർ ലംഘിച്ചു. നോക്കൂ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലും ജൂതന്മാരുടെ ഈ ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൂടി സുബ്ഹാനല്ലാഹ്, ഇപ്പോ കണ്ടതാണ് ഒരു വീഡിയോ. അഥവാ അവർ ഇപ്പോൾ ഗസയിൽ ചെയ്തു കൂട്ടുന്ന ആ അക്രമം, അതിൽ ഒരു റിപ്പോർട്ട് മാത്രമാണത്. 18,000 കുട്ടികളുടെ ലിസ്റ്റാണ്. അഥവാ അവിടെ മരണപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ 18,000 ലിസ്റ്റുകളാണുള്ളത്. 18,000 കുട്ടികൾ, 18,000 വരുന്ന കുട്ടികളുടെ പേര് അവർ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? ജൂതന്മാരുടെ ആ കയ്യാലാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അതുമാത്രമല്ല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒക്കെ പറഞ്ഞതായി കാണാം, ഇവർ ജൂതന്മാർ അവർക്ക് നിയോഗിക്കപ്പെട്ട നബിമാരെ ഒരു കാരുണ്യവുമില്ലാതെ കൊന്നുകളഞ്ഞ ആളുകളായിരുന്നു. അവർക്ക് നിയോഗിക്കപ്പെട്ട നബിമാർ ആരാണ്? നബിമാർ ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായ ആളുകളാണ് നബിമാർ. ആ നബിമാരെ ഒരു കാരുണ്യവുമില്ലാതെ, അവർക്കൊരു പ്രയാസവുമില്ലാതെ കൊന്നുകളയുക മാത്രമല്ല, എന്നിട്ട് അവർ അങ്ങാടികളിൽ അവരുടെ കച്ചവടവും കാര്യവുമായി മുന്നോട്ട് പോയിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര ക്രൂരന്മാരാണ്! അവരുടെ ഹൃദയം നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്, നമ്മളത് അനുഭവിച്ചറിയുന്നുണ്ട്. നമ്മുടെ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പം നൽകട്ടെ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഖുദ്സ് മുസ്ലിങ്ങളുടെ കീഴിൽ വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചു നോക്കിയാലാണ് നമുക്ക് യഖീനോടുകൂടി ദീനിൽ സ്ഥിരതയോടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരായിരുന്നു അറബികൾ? പല ആളുകളും ഒരു വിലയും കൽപ്പിക്കാത്ത, അഥവാ മരുഭൂമിയുടെ ആളുകൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന, ഈത്തപ്പഴം ഭക്ഷിച്ച് വളരെ കടുത്ത ജീവിതം നയിച്ചിരുന്ന ആളുകൾ, അവർ പിന്നീട് കൊട്ടാരങ്ങളിലേക്ക് ഇസ്സത്തോടുകൂടി കയറി ചെല്ലുന്ന ആളുകളായിരുന്നു. റുബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. റുസ്തുമിന്റെ അടുക്കലേക്ക് പോയ സംഭവം വളരെ മനോഹരമാണത്. എന്താണത്? അദ്ദേഹം റുസ്തുമിന്റെ റൂമിലെ ഭരണാധികാരിയായ റുസ്തുമിന്റെ അടുക്കലേക്ക് പോവുകയും, അദ്ദേഹം പോയത് എങ്ങനെയാണ്? വളരെ താഴ്ന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച്, കയ്യിൽ ഒരു കുന്തമുണ്ട്. അവിടെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ വരുന്നത് വലിയ ആരോ ആണ് എന്ന് കരുതി അവർ അവരുടെ കൊട്ടാരം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പക്ഷെ ചെല്ലുന്നത് ആരാണ്? റുബഈ ഇബ്നു ആമിർ, ഒരു സഹാബി. സാധാരണ രൂപത്തിൽ ചെന്നുകൊണ്ട് ഇസ്സത്തോടുകൂടി പറയുകയാണ്, അല്ലാഹു ബതഅസന, അല്ലാഹുവാണ് നമ്മളെ നിയോഗിച്ചത്, ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. എന്തിനു വേണ്ടിയാണ് നിയോഗിച്ചത്? ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദ്, അടിമകളെ ആരാധിക്കുന്നതിൽ നിന്നും ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അടിമകളുടെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ അല്ലാഹു നിയോഗിച്ചതാണ് നമ്മളെ എന്ന് പറയുന്ന ഇസ്സത്തിന്റെ വാക്കുകൾ അവരെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ്? അല്ലാഹുവിന്റെ ദീനാണ്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, തീർച്ചയായും യഥാർത്ഥ പര്യവസാനം അത് മുത്തഖീങ്ങൾക്കാണ്. എത്ര തന്നെ പരീക്ഷണങ്ങൾ നീണ്ടു കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ്
ഒരു ദിവസം മുസ്ലിമീങ്ങൾ വിജയിക്കും. പക്ഷെ അവരുടെ ആ സ്വഭാവം നോക്കണം. നമ്മൾ ചരിത്രം പഠിക്കണം. എന്താണ് ഗസ, എന്താണ് ഇസ്രായേൽ, ആ സംഭവം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ചില ആളുകൾ പറയുന്നത് പോലെ എന്താണ് ഗസയാണ് പ്രശ്നം തുടങ്ങി വെച്ചത് എന്ന രൂപത്തിൽ സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. അത് ചർച്ച ചെയ്യാൻ നിന്നാൽ നമുക്ക് സമയം അത് മതിയാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു കരാർ എന്ത് ചെയ്യുകയാണ്? അവർ അത് ലംഘിക്കുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശവ്വാൽ മാസത്തിൽ അവരുടെ അടുക്കലേക്ക് ചെല്ലുകയും അവർ താമസിക്കുന്ന സ്ഥലം വളയുകയും ചെയ്തു. അങ്ങനെ ശവ്വാൽ മാസം കഴിഞ്ഞ് ദുൽഖഅദ മാസത്തിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മേൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. അവരെ ഉപരോധിച്ചു. ഇത് കണ്ടപ്പോൾ ബനൂ ഖൈനുഖ ഗോത്രത്തിന് ഭയമുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്കെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ബനൂ ഖൈനുഖ ഗോത്രക്കാർക്ക് ഭയമുണ്ടായി. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ, നമുക്കറിയാം മുനാഫിഖീങ്ങളുടെ നേതാവാണ് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന വ്യക്തി വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്ന് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? മാപ്പിനെ അപേക്ഷിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ വരികയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് അവർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിച്ചുകൊണ്ട് മദീന വിട്ടു പോകാൻ അവരോട് കൽപ്പിച്ചു. ഇനി മദീനയിൽ നിൽക്കരുത്. ബനൂ ഖൈനുഖ ഗോത്രക്കാരോട് എന്താണ് പറഞ്ഞത്? ഇനി മദീനയിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്നും പോകണമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കണം, ഈ ജൂതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലും അവരുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് കരാറിൽ ഏർപ്പെടുകയും അവരെ അവിടെ നിർത്തിയത് മാത്രമല്ല, റസൂലിനെ പല വാക്കുകൾ കൊണ്ട് അവർ എന്ത് ചെയ്യാറുണ്ട്? ഉപദ്രവിക്കാറുണ്ട്. എന്താണ് ഉദാഹരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഇവർ പറയാറുണ്ട്, എന്താണ്? അസ്സലാമു അലൈക്കും. എന്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ? നിനക്ക് മരണമുണ്ടാകട്ടെ എന്നാണ്. നിനക്ക് മരണമുണ്ടാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ജൂതന്മാർ പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈക്കും എന്ന് പറയും, നിങ്ങൾക്കും. കാരണം റസൂലിന്റെ ദുആക്ക് എന്തായാലും ഉത്തരം ലഭിക്കും. പക്ഷേ ജൂതന്മാർ അവർക്ക് ഉത്തരം ലഭിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈക്കും എന്ന് പറയും. ഇത് കേട്ട ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, അവിടുന്ന് കോപിച്ചുകൊണ്ട് അവരോട് ശക്തമായി എതിർത്ത് സംസാരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിലാണ് ഏത് ഹദീസ് പറയുന്നത്? ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. അഥവാ കാരുണ്യം അല്ലെങ്കിൽ അനുകമ്പ എന്നത് ഒരു കാര്യത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തെ ഭംഗിയുള്ളതാക്കും. നമ്മൾ ചെയ്തു നോക്കേണ്ട കാര്യമാണ്. നമുക്ക് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ, ദീനിയായ വശമല്ല, അത് ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതല്ലാതെ ദുന്യവിപരമായ കാര്യങ്ങളിൽ വലിയ ദേഷ്യം പിടിക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അനുകമ്പയോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ അതിനുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സ്വാധീനം അത് അത്രയും വലുതായിരിക്കും. റസൂൽ പറഞ്ഞു, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാന വലാ യുൻസിഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാന. ഒരു കാര്യത്തിൽ നിന്ന് അനുകമ്പ അല്ലെങ്കിൽ കാരുണ്യ റിഫ്ക് അതില്ലാതായി കഴിഞ്ഞാൽ ആ കാര്യത്തെ അത് വഷളാക്കി കളയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? റസൂലിനെ എതിരെ ചില ആളുകൾ പ്രാർത്ഥിച്ച സമയത്താണ് റസൂൽ അത് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സ്വഭാവം? നോക്കൂ, ശത്രുക്കളോട് പോലും എന്തില്ല, അനീതി പ്രവർത്തിക്കുന്നില്ല. ആരാണ് റസൂൽ ആ സമയത്ത്? മദീനയിലെ രാജാവാണ്. റസൂലിന്റെ കീഴിലാണ് മദീനയുള്ളത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്കെതിരെയാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ വേണമെങ്കിൽ ഉപദ്രവിക്കാം. അതല്ല എങ്കിൽ അവരെ എന്തും ചെയ്യാം, ആരും ചോദിക്കില്ല. കാരണം റസൂലാണ് മദീനയിലെ നേതാവ്. പക്ഷെ റസൂലിന്റെ ആ നീതി നോക്കൂ, അവരെന്താണോ പറഞ്ഞത് അതിന് കണക്കായ മറുപടി അവിടെ നിർത്തി. അതിൽ വർദ്ധിപ്പിക്കുകയോ അതല്ല എങ്കിൽ പരിധി വിടുകയോ ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തില്ല. നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെ ഇവരെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചപ്പോൾ അവർ, അഥവാ ബനൂ ഖൈനുഖ ഗോത്രം, ഷാമിലെ
അസ്രിയാ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? താമസം മാറി. അസ്രിയാ എന്ന് പറയുന്ന ഷാമിലെ ഒരു സ്ഥലത്തേക്ക് അവർ എന്ത് ചെയ്തു? താമസം മാറി. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് വബഅദു ളഹ്ഹാ യൗമ ഈദിൻ നഹ്രി, അഥവാ ബലിപെരുന്നാളിൽ ബലി അറുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പിന്നീട് ഷെയ്ഖ് പറയുന്നത്. ഹിജ്റ 2-ാം വർഷത്തിലെ 12ാമത്തെ സംഭവമാണ് ബലിപെരുന്നാളിന് ബലി അറുക്കുക എന്ന മഹത്തായ കർമ്മം റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മുസ്ലിം ഉമ്മത്തിന് നിശ്ചയിച്ചു. ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു ഇബാദത്താണ് ബലികർമ്മം എന്നുള്ളത്. ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു ബലികർമ്മമാണ്, ഒരു ഇബാദത്താണ് ബലികർമ്മം എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് വാജിബാണോ, അഥവാ ബലിപെരുന്നാളിന് ഈ രൂപത്തിൽ ബലി അറുക്കുക എന്നുള്ളത് വാജിബാണോ അതല്ല പ്രബലമായ സുന്നത്താണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല ഹനഫി മദ്ഹബിലൊക്കെ അത് വാജിബാണെന്ന് പറഞ്ഞതായി കാണാം. എന്നിരുന്നാലും കഴിവുള്ള ആളുകൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ബലി അറുക്കുക എന്നുള്ളത്. എപ്പോഴാണ് സഹോദരങ്ങളെ ഉളുഹിയ്യത്തിന്റെ സമയം ആരംഭിക്കുന്നത്? പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞത് മുതൽ അതിന്റെ സമയം ആരംഭിക്കും. അഥവാ ബലിപെരുന്നാൾ ദിവസമുള്ള നിസ്കാരം കഴിഞ്ഞത് മുതൽ അതിന്റെ സമയം ആരംഭിക്കും. ഏതാണ് ഇതിന്റെ അവസാന സമയം? അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം എന്നൊക്കെ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഈ വിഷയത്തിലും അഭിപ്രായ ഭിന്നതകൾ കാണാം. ഏത് ദിവസമാണ് ഇത് അവസാനിക്കുന്നത് എന്നതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം മാത്രം സൂചിപ്പിച്ചു, അഥവാ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം ബലിയുടെ സമയം അവസാനിക്കും. ഇതാണ് പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞത്, അഥവാ ബലികർമ്മം മുസ്ലിം ഉമ്മത്തിന് നിശ്ചയിച്ചു. അതിനുശേഷം പറയുന്നത് വഗസ്വതു സവീഖി സുമ്മ ഖർഖറ. വഗസ്വതു സവീഖി സുമ്മ ഖർഖറ, രണ്ട് യുദ്ധങ്ങളെ പറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. രണ്ട് യുദ്ധങ്ങളെ പറ്റി. ഒന്നെന്താണ്? ഗസ്വതു സവീഖ്, സവീഖ് യുദ്ധം. രണ്ടാമത്തേത് ഏതാണ്? ഗസ്വതു ഖർഖറ. ഷെയ്ഖ് ഇതിനെ രണ്ട് യുദ്ധമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല ഇതിനെ ഇവിടെ രണ്ട് യുദ്ധങ്ങളായിട്ടാണ് പറഞ്ഞത്. ഷെയ്ഖ് വാഖിദി അതുപോലെ തന്നെ ഇബ്നു സഅദ് ഇവരൊക്കെ ഈ രൂപത്തിൽ തന്നെ രണ്ട് സംഭവങ്ങളായി ഇതിനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒരു സംഭവം തന്നെയാണ്. ഈ രണ്ട് യുദ്ധങ്ങളും ഒരു സംഭവം തന്നെയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അൽ ബിദായ വൻ നിഹായയിൽ ഈ ഒരു അഭിപ്രായത്തിനാണ് മുൻഗണന നൽകുന്നത്. അഥവാ ഇത് രണ്ടും എന്താണ്? ഒരു യുദ്ധം തന്നെയാണ് എന്നതാണ് ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അഭിപ്രായം തന്നെയാണ് ശരിയായി മനസ്സിലാക്കുന്നത്. അഥവാ ഗസ്വതു ഖർഖറയും ഗസ്വതു സവീഖും ഒരു യുദ്ധം തന്നെയാണ് എന്നതാണ് ശരിയായ അഭിപ്രായം. എന്താണ് ഈ പോരാട്ടത്തിന് പിന്നിലുള്ള കാരണം? ബദർ യുദ്ധത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ കാഫിരീങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. ബദർ യുദ്ധത്തിൽ കാഫിരീങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം. അതിലാണ് ആര് കൊല്ലപ്പെടുന്നത്? അബൂജഹൽ. അതുപോലെ മക്കയിലെ കുഫാറുകളിലെ വലിയ വലിയ നേതാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ബദർ യുദ്ധത്തിലാണ്. അബൂജഹലിനെ കൊല്ലുന്നതാരാണ്? വളരെ നിന്ദ്യമായ മരണമാണ് അയാൾക്കുണ്ടായിട്ടുള്ളത്. രണ്ട് ചെറിയ കുട്ടികളാണ് അബൂജഹലിനെ കൊല്ലുന്നത്. രണ്ട് ചെറിയ കുട്ടികൾ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹം സഫ് കെട്ടി നിൽക്കുമ്പോൾ രണ്ട് കുട്ടികൾ അദ്ദേഹത്തിന്റെ വലതും ഇടതുമുണ്ട്. ആ രണ്ട് കുട്ടികൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് അബൂജഹൽ? ആരാണ് അബൂജഹൽ എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, രണ്ട് ചെറിയ കുട്ടികളാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ വാക്കിങ്ങനെയാണുള്ളത്. പല്ല് മുളച്ചു വന്നതും അഥവാ 12, 13, 14 വയസ്സുള്ള കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. അവരാണ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് ആരാണ് അബൂജഹൽ എന്ന്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മറുപടി ചോദിച്ചു, എന്തിനാണ് അബൂജഹലിനെ, നിങ്ങൾക്ക് അബൂജഹലിനെ ലഭിച്ചിട്ട് എന്താണ്? അവർ പറഞ്ഞ മറുപടി ഉണ്ട്, രണ്ട് കുട്ടികൾ, ഞാൻ
അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി ചീത്ത പറയുന്നത് ഒരു സമയത്ത് കേട്ടിട്ടുണ്ട് എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ രണ്ട് കുട്ടികളുടെ മനസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കയറിയത് റസൂലിന്റെ സ്വഭാവം കൊണ്ടായിരിക്കില്ലേ? ആലോചിച്ച് നോക്ക്, രണ്ട് ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ അബൂജഹലിനെ വധിക്കാൻ വേണ്ടി വരികയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ചോദിക്കുകയാണ്, ആരാണ് അബൂജഹൽ? നമുക്ക് അദ്ദേഹത്തിനെ വധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാണ് അവിടുന്ന് പറയുന്നത്. ആ രണ്ട് കുട്ടികൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് പെരുമാറിയിരുന്നത് ഈ രൂപത്തിലായിരുന്നു. നമുക്കറിയാം, അബു ഉമൈർ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു മദീനയിൽ. ആ കുട്ടിയുടെ കയ്യിൽ നുഗൈർ, ഒരു ചെറിയ കുരുവി ഉണ്ടായിരുന്നു. ആ കുരുവിയെ വെച്ച് അബു ഉമൈർ എല്ലാ ദിവസവും കളിക്കാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടാൽ അവിടുന്ന് സംസാരിക്കും കുട്ടിയോട്. ഒരു ദിവസം ആ കുട്ടി വളരെ വിഷമിച്ചിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. റസൂൽ ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, അല്ലയോ അബു ഉമൈർ, നിന്റെ കുരുവിക്ക് എന്ത് പറ്റി? അപ്പോൾ ഇത് മരണപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടി അബു ഉമൈർ ചിരിക്കുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോടൊപ്പം നിന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്ക്, നമ്മളാണെങ്കിൽ ആ സ്ഥാനത്തെങ്കിലും ആലോചിച്ച് നോക്കുക. നമ്മൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ കുട്ടിയല്ല, മദീനയിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളെ മക്കൾ എന്തെങ്കിലും ഒരു സാധനം അവർ കളിക്കുന്നത് പൊട്ടിയാലോ മറ്റോ നമ്മളെങ്ങനെയാണ് പെരുമാറാറുള്ളത്? നമ്മളൊന്ന് ചെയ്യുക, സ്വന്തത്തോട് ചോദിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ കുട്ടിയുടെ സങ്കടം റസൂലിന്റെ സങ്കടമായി മാറി. ഏറ്റവും നല്ലൊരു ഇബാദത്താണ് ഒരാൾക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ആ പ്രയാസം നീക്കിക്കൊടുക്കുക എന്നുള്ളത് ഇബാദത്താണ്. ഒരാൾക്കൊരു പ്രയാസം അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു, അയാൾ വ്യസനിച്ചിരിക്കുകയാണ്. അവരോട് പോയി നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ല ഇബാദത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്കെതിരെ വ്യഭിചാരാരോപണം വന്ന സമയത്ത് ഒരു സഹാബി വനിത അവർ വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്ന് തൊട്ടപ്പുറത്തിരുന്ന് കരയുകയാണ്. ഇവരുടെ സങ്കടത്തിൽ എന്ത് ചെയ്യാണ്, ഇവരും കൂടി പങ്കെടുത്തുകൊണ്ട് കരയുകയാണ്. അവർ പറഞ്ഞതായി കാണാം, ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ മറക്കില്ല, ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ മറക്കില്ല. കാരണം എനിക്കൊരു പ്രയാസമുണ്ടായപ്പോൾ എന്റെ കൂടെ നിന്നത് ആ സ്ത്രീയാണ്. അതുപോലെ തന്നെയാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞതായി കാണാം, അബൂ തൽഹ ആണെന്നാണ് എന്റെ ഓർമ്മ, അഥവാ ആയത്തിറങ്ങിയല്ലോ, കഅബ് ഇബ്നു മാലിക്കിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ആ സംഭവം നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. അഥവാ കഅബ് ഇബ്നു മാലിക് ഒരു യുദ്ധത്തിൽ നിന്ന് പിന്തി നിൽക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിക്കരുത് എന്ന് സഹാബിമാരോടും ഭാര്യമാരോടും അവരുടെ ഭാര്യയോടും എല്ലാവരോടും പറഞ്ഞ സമയത്ത് അള്ളാഹു വിധി പറയുന്നത് വരെ ഇവരോട് ഇനി ആരും സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അള്ളാഹു ആയത്തിറക്കി. ആ ആയത്തിറക്കിയ സന്തോഷ വാർത്ത അറിയിച്ചത് അബൂ തൽഹയാണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നുണ്ട്, കഅബ് ഇബ്നു മാലിക്, ഞാൻ ഒരിക്കലും തൽഹയെ മറക്കില്ല. അബൂ തൽഹയാണോ തൽഹയാണോ, ഇവർ രണ്ടിലൊരാളാണ്. കാരണം എന്താണ്, ഒരു സന്തോഷ വാർത്ത ആദ്യം അറിയിക്കുകയാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ, ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുകളാവുക. അവരുടെ പ്രയാസത്തിൽ നമ്മൾ പങ്കുചേരുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അവർ കേട്ടാൽ പ്രയാസപ്പെടുമെന്ന് അറിയുന്ന കാര്യങ്ങൾ അവരിൽ നിന്നും മറച്ചു വെക്കുക. ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, ഈ രണ്ട് കുട്ടികൾ അവർ അബൂജഹലിനെ ചോദിക്കുകയും പിന്നീട് ഈ കുട്ടികളാണ് അബൂജഹലിനെ കൊല്ലുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബദർ യുദ്ധത്തിൽ കുഫാറുകൾക്കുണ്ടായ ആ ഒരു തോൽവി, ആ ഒരു പരാജയം അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. മക്കയിലെ കുഫാറുകൾ അവർ ആ തോൽവി, അതുപോലെ തന്നെ അവരുടെ പരാജയം അവർക്കുണ്ടാക്കിയ പ്രയാസം വളരെ വലുതാണ്. ഈ സമയം അഥവാ ബദറിന്റെ വിവരം അറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ ശപഥം ചെയ്തു. അബൂ സുഫിയാന്റെ വിഷയത്തിലാണല്ലോ മക്കയിലെ കുഫാറുകൾ അവർ പുറപ്പെട്ടത്. അഥവാ അബൂ സുഫിയാന്റെ സംഘത്തെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കച്ചവട സാധനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി റസൂൽ പുറപ്പെട്ടതായിരുന്നു. പക്ഷേ അവർ മറ്റൊരു വഴി കൂടി രക്ഷപ്പെട്ടു. പിന്നീടാണ് മക്കയിലെ കുഫാറുകളും റസൂലും സഹാബത്തും തമ്മിൽ പോരാട്ടം നടക്കുന്നത്. അങ്ങനെ എന്താണ് അബൂ സുഫിയാൻ ശപഥം ചെയ്തത്? മുസ്ലിമീങ്ങളോട് പ്രതികാരം ചോദിക്കുന്നത് വരെ എന്റെ തലയിൽ ഞാൻ എന്ത് ചെയ്യില്ല, വെള്ളം തട്ടിക്കുകയില്ല എന്ന് അവിടുന്ന് ശപഥം ചെയ്യുകയാണ്. റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ അദ്ദേഹം ആ സമയത്ത്
മുശ്രിക്കീങ്ങളോടൊപ്പമായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നോക്കൂ, മുസ്ലിമീങ്ങൾക്കെതിരിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇറങ്ങി പുറപ്പെടുകയാണ്. എത്ര തന്നെ തിന്മകൾ ഉണ്ടായാലും, നമ്മൾ എത്രയെത്ര പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിരാശനാകാൻ പാടില്ല. കാരണം നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാപങ്ങളൊക്കെ നന്മയായി മാറും. വീണ്ടും പാപം ചെയ്യാൻ പറ്റുമോ? അത് പാടില്ല. പക്ഷെ നമ്മൾ അറിയാതെ മുൻകഴിഞ്ഞ പാപങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് യഥാർത്ഥ രൂപത്തിൽ തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത പാപങ്ങൾ എന്ത് ചെയ്യും? നന്മയായി മാറും. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ആ തിന്മകളെ നന്മകളാക്കും. അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം നമുക്ക് ഈ കാര്യം അറിയിച്ചു തരുന്നുണ്ട്. അദ്ദേഹം റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, റസൂലേ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യാത്തതായ ഒരു തിന്മയുമില്ല. ഞാൻ ചെയ്തു കൂട്ടാത്തതായ ഒരു തിന്മയും തന്നെ ഇല്ല. ഏതൊക്കെ തിന്മകളുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? മുദ്യ അംർ, അല്ലയോ അംറെ, നീ എന്ത് ചെയ്യുക? നീ നിന്റെ കരം തരിക, ബൈഅത്ത് ചെയ്യുക, ഇസ്ലാമിലേക്ക് കടന്നു വരിക. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല റസൂലേ, ഞാൻ ചെയ്യാത്തതായ ഒരു തിന്മയുമില്ല. പർവ്വത സമാനമായ തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. റസൂല് പറഞ്ഞു, കുഴപ്പമില്ല, ഇസ്ലാമിലേക്ക് കടന്നു വരിക. അദ്ദേഹം വീണ്ടും മടിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടിയായി ചോദിച്ചു, അമാ അലിംത യാ അംർ ഇന്നൽ ഇസ്ലാമ യജുബു മാ ഖബ്ലഹ്, അല്ലേ അംറെ, നീ അറിഞ്ഞിട്ടില്ലേ, ഇസ്ലാം മുൻകഴിഞ്ഞ പാപങ്ങളെയൊക്കെ എന്ത് ചെയ്യും? പൊളിച്ചു കളയും. അതുമാത്രമാണോ? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, നീ ചെയ്ത പാപങ്ങൾ അത് നന്മയായി മാറുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തമാശ രൂപത്തിൽ പറഞ്ഞു എന്നാണ്, ഇത് ഞാൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇനിയും തിന്മകൾ വർദ്ധിപ്പിച്ചേനെ എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞു എന്നാണ്. കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താവുകയാണ്? ആ തിന്മകൾ നന്മകളാകുമെന്നുള്ളതാണ് പറഞ്ഞു വന്നത്. സഹോദരങ്ങളെ, അദ്ദേഹം ശപഥം ചെയ്തു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഞാൻ മുസ്ലിമീങ്ങളോട്, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളോട് പകരം വീട്ടുന്നത് വരെ തലയിൽ വെള്ളം തട്ടിക്കില്ല എന്ന രൂപത്തിൽ ശപഥം ചെയ്തു. അങ്ങനെ മക്കയിൽ നിന്ന് 200ഓളം കുതിര പടയാളികളുമായി നജ്ദ് ഭാഗത്തുകൂടി അബൂ സുഫിയാനും കൂട്ടരും മദീനയിലേക്ക് പ്രവേശിച്ചു. നജ്ദ് ഭാഗത്തോടുകൂടി, ആ ഭാഗത്തോടുകൂടി 200ഓളം കുതിര പടയാളികളുമായി മദീനയിലേക്ക് പ്രവേശിച്ചു. പൊതുവെ വരുന്ന വഴിയിലൂടെ അല്ലാതെ അബൂ സുഫിയാൻ മദീനയിലേക്ക് പ്രവേശിച്ചു. ഉറൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ബനു നളീർ, നമ്മൾ പറഞ്ഞു ബനു നളീർ ജൂതഗോത്രമാണ്. അവരിൽപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു മിഷ്കിം എന്ന് പറയുന്ന ആളുകളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗോത്രത്തിലെ ആളുകൾ എന്ത് ചെയ്തു? അബൂ സുഫിയാനെയും കൂട്ടരെയും സ്വീകരിച്ചു. നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാർ വെച്ച കാര്യമാണെന്ത്? മുസ്ലിമീങ്ങൾക്കെതിരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ പാടില്ല എന്നുള്ള കരാറാണ്. ഇവിടെ ഇവരെന്ത് ചെയ്യാണ്? അത് ലംഘിക്കുകയാണ്. ഇതാണ് ജൂതന്മാരുടെ പണ്ട് കാലം മുതലേ ഉള്ള സ്വഭാവം. അപ്പോ ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആര് ചെയ്തു കൊടുത്തു? ഈ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കൊടുത്തു. നല്ലൊരവസരം ലഭിച്ചപ്പോൾ അബൂ സുഫിയാൻ മദീനക്കാരുടെ ചില സമ്പത്ത് നശിപ്പിക്കുകയും അൻസാരിയായ ഒരു സഹാബിയെ വധിക്കുകയും ചെയ്തു. മദീനക്കാരുടെ സമ്പത്ത് അത് നശിപ്പിക്കുകയും അൻസാരിയായ ഒരു സഹാബിയെ വധിച്ചു കളയുകയും ചെയ്തു. ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ വിവരം മദീനക്കാർ അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ പ്രയാസമുണ്ടായി. കാരണം ഒരു അൻസാരിയാണ് കൊന്നുകളഞ്ഞിരിക്കുന്നത്. അൻസാരിയാണ് കൊന്നുകളഞ്ഞിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാനത്തെ സമയത്ത് അൻസാരികളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്ന് പറഞ്ഞതാണ്. കാരണം മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിച്ച ആളുകളാണ് ആര്? അൻസാറുകൾ. അവർക്കാണ് അൻസാരികൾ എന്ന് പറയുക. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ അൻസാരികളിൽപ്പെട്ട ഒരാളെ കൊന്നുകളയുകയും ചെയ്തു എന്ന വിവരം റസൂലിന് ലഭിച്ചപ്പോൾ എന്തുണ്ടായി? റസൂലും കൂട്ടരും നേരെ തന്നെ അബൂ ലുബാബ എന്ന് പറയുന്ന സഹാബിയെ മദീനയുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. അബൂ ലുബാബ
എന്ന് പറയുന്ന സഹാബിയെ താൽക്കാലികമായി ചുമതലയേൽപ്പിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും എന്തു ചെയ്തു? അബൂ സുഫിയാനെ പിടികൂടാൻ റസൂലും സഹാബിമാരും പുറപ്പെട്ടു. അങ്ങനെ ഖർഖറത്തുൽ ഖുദർ എന്ന സ്ഥലത്തവർ എത്തുകയും ഈ വിവരമറിഞ്ഞ അബൂ സുഫിയാനും കൂട്ടരും പേടിച്ചുകൊണ്ട് മക്കയിലേക്ക് പോവുകയും ചെയ്തു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി ലഭിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണെന്ത്? ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ മുസ്ലിമീങ്ങളെ കുറിച്ച് ഭയമിട്ട് കൊടുക്കുക എന്നുള്ളത്. നുസിർതു ബിർറുഅബി മസീറത ശഹർ. അഥവാ മുസ്ലിമീങ്ങൾ പുറപ്പെട്ടു എന്നറിഞ്ഞാൽ തന്നെ എന്തുണ്ടാകും? ശത്രുക്കളുടെ ഹൃദയത്തിൽ ഒരു ഭയമുണ്ടാകും. ഒരു മാസ വഴിദൂരം മുൻപ് തന്നെ ശത്രുക്കൾ അവർ ഭയപ്പെടുമെന്നാണ്. പല യുദ്ധങ്ങളിലും നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പല ശത്രുക്കളും പേടിച്ചത്, പ്രത്യേകിച്ച് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കീഴിൽ നടന്ന യുദ്ധങ്ങളിൽ പലതും ഖാലിദ് ഇബ്നുൽ വലീദിന്റെ ചില വാക്കുകൾ സുബ്ഹാനല്ലാഹ് അത്രയും ഇസ്സത്തുള്ള വാക്കുകളാണ്. എന്താണ്? നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ജീവിതത്തിന് ഇഷ്ടപ്പെടുന്നത്, കുഫാറുകളോട് പറയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ആ വാക്ക്? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കാൻ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അഥവാ മരണത്തെ ഭയമില്ല. എന്താണ് മരണത്തെ പേടിയില്ലാത്തത്? ജിഹാദ് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ തുള്ളിയിൽ തന്നെ അവർ ചെയ്ത പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? പൊറുക്കപ്പെടും. അങ്ങനെ യഖീനുള്ള ഹൃദയമുള്ള ആളുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, റസൂലും സഹാബത്തും പുറപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോൾ അബൂ സുഫിയാനും കൂട്ടരും പേടിച്ചുകൊണ്ട് മക്കയിലേക്ക് പോയി. ഈ സ്ഥലത്തെത്തിയത് കൊണ്ടാണ് യുദ്ധത്തിന് ഖർഖറ എന്ന പേര് വന്നത്. ഈ സ്ഥലത്തെത്തി അതറിഞ്ഞപ്പോഴാണല്ലോ ഇവർ മക്കയിലേക്ക് പോയത്. അതുകൊണ്ടാണ് യുദ്ധത്തിന് ഖർഖറ എന്ന പേര് വന്നത്. എന്തുകൊണ്ടാണ് സവീഖ് എന്ന പേര് വരാനുള്ള കാരണം? ബാർലിയും ഗോതമ്പും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് സവീഖ്. ബാർലിയും അതുപോലെ തന്നെ ഗോതമ്പും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് സവീഖ്. അവർ ഭയപ്പെട്ടോടിയപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? പോയത്. അപ്പൊ അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു? സവീഖ് ആയിരുന്നു. അബൂ സുഫിയാനും കൂട്ടരെയും കിട്ടിയില്ല. ഈ സവീഖ് അവിടെ കൂടുതലായി ഉണ്ടായത് കൊണ്ടാണ് ഈ യുദ്ധത്തിന് ഗസ്വത്തു സവീഖ് എന്ന് പേര് വന്നത്. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وهذا والله تعالى أعلى وأعلم وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.